അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, നമുക്ക് കുറച്ച് മാങ്ങ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പഴുത്തതുകൊണ്ട് പച്ചയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ ഒരു അടിപൊളി ഒരു മാങ്ങ ജ്യൂസാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ മാങ്ങ നമ്മുടെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല അരിഞ്ഞത് നല്ല സെറ്റപ്പ് ആക്കി നമ്മൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഒരുപോലെ തന്നെ നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മാങ്ങ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ഈ മാങ്ങ മുങ്ങി കിടക്കാനുള്ള വെള്ളം മതി, അതിന് ക്വാണ്ടിറ്റി പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. അതിന് നമ്മൾ എത്രമാത്രം മാങ്ങ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കാന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ മാവ് ഉണ്ടല്ലോ നന്നായിട്ട് വേവിച്ച് അതിപ്പോ അത്യാവശ്യം തണുത്തിട്ടുണ്ട് സംഭവം. ഇത് നല്ല അടിപൊളിയായിട്ട് വെന്ത് റെഡി ആയിട്ട് നിൽപ്പുണ്ട് സാധനം. അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു മിക്സിയിൽ ഒരു ജാർ എടുത്തിട്ട് നമുക്ക് ഈ മാങ്ങ എല്ലാം കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൽക്കണ്ട ചേർത്ത്, പിന്നെ അതിൻ്റെ അകത്ത് 1 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഈ മധുരം ഒന്ന് ബാലൻസ് ആണല്ലോ, അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ഒരു ശകലം ഉപ്പും കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിത് മിക്സിയിൽ നല്ല അടിപൊളിയായിട്ട് ഇത് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല പേസ്റ്റ് പോലെ സംഭവം നല്ല കൊഴുത്താണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഇതാക്കാം. പിന്നെ മധുരം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം ചേർക്കാം. തണുപ്പിന് ആവശ്യമായിട്ടുള്ള ചെറിയൊരു തണുപ്പ് വേണമല്ലോ, എന്നാലല്ലേ ആ ജ്യൂസിനൊരു ഇത് കാണും. അതല്ല നമ്മള് മിക്സിയിലൊക്കെ അടിച്ചെടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് ചൂടാവും. അതിനുശേഷം ഇത് ഒഴിച്ചു കൊടുക്കാവേ. അതെ, ഇതുണ്ടല്ലോ ഇതിപ്പോ നമുക്ക് ഒരു നേരത്തേക്കല്ല കേട്ടോ, ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാം. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് വരെ സോഡ ചേർക്കെങ്കിൽ വേറൊരു അതല്ല ഒരു മൊയ്ത്തോ എഫക്റ്റ് ഒക്കെ കിട്ടും. നമുക്ക് നന്നായിട്ട് ഇളക്കി നോക്കാം. അപ്പൊ നമുക്ക് ഇനി കട്ടി വേണമെങ്കിൽ കൂടുതൽ കുറച്ചും കൂടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഒരു മിന്റ് ലീഫ് ഒക്കെ വെച്ച് കൊടുക്കാം. അതെ, മിന്റ് ലീഫും പിന്നെ അതിന്റെ സൈഡിൽ വേണമെങ്കിൽ എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നമ്മള് മിന്റ് ലീഫ് മേടിച്ച് വെച്ചിട്ട് ഇന്നലെ വാങ്ങിയതാ. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ അസാധ്യ ചൂടാണ്. റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൊള്ളാം. ഇതുപോലെ നമ്മുടെ പഴുത്ത മാങ്ങയും പച്ച മാങ്ങയും കൂടെ വെച്ചിട്ട് ഒന്ന് ജ്യൂസ് ഒന്ന് റെഡിയാക്കി നോക്കുക. അതായത് നമ്മുടെ എന്താ പറയുക, ഈ പാക്കറ്റിൽ കിട്ടുന്ന അതിന്റെ അതേ ടേസ്റ്റ് തന്നെ സംഭവം. ഒരു സ്ട്രോ ഒക്കെ വീട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് വലിച്ചു പിടിക്കാനൊക്കെ നല്ല ഇതായിരിക്കും. അപ്പൊ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പഴുത്തതും പച്ചയും ഒരുപോലെ എടുക്കുക. അപ്പൊ അത് റെഡിയാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. ഇപ്പൊ സാധാരണ നമ്മള് മാങ്ങ എന്താ പറയുന്ന പച്ചക്ക് തന്നെ മിക്സിയിൽ അടിച്ചെടുക്കാറുണ്ട്. ഇത് പക്ഷെ നമ്മള് വ്യത്യസ്തമായിട്ട് ഇതൊന്ന് വേവിച്ചിട്ടാണ് വ്യത്യാസം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പച്ചക്ക് അടിക്കുമ്പോഴും ഇങ്ങനെ വെന്തടിക്കുമ്പോഴും ഉണ്ടല്ലോ, രണ്ടും രണ്ട് ടേസ്റ്റ്. അതെ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, ഗ്യാരണ്ടിയാണ് സംഭവം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇപ്പം അവധിയൊക്കെ അല്ലേ, അപ്പൊ പിള്ളേർക്ക് അവര് വേണമെങ്കിലും ഇത് റെഡിയാക്കി കൊടുക്കും. ഇതിന്റെ പൾപ്പ് റെഡിയാക്കി ഫ്രിഡ്ജ് വെച്ചാൽ മതി. അവര് തന്നെ ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിച്ച് 2 ദിവസം കൊണ്ട് തീർത്ത് തരും. അപ്പൊ സംഭവം ചെയ്ത് നോക്കുക. പിന്നെ എന്താ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ മറ്റുള്ള കുടുംബങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടെ ഒക്കെ ഇതൊക്കെ ചെയ്യട്ടെ. പിന്നെ വിലപ്പെട്ട അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലില്ലേ അതും കൂടെ ഓൺ ചെയ്ത് ഓപ്ഷൻ കൂടെ ഓൺ ചെയ്യണേ. അതെ, അപ്പൊ നമ്മൾ കുഞ്ഞു വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ പെട്ടെന്ന് കിട്ടും. അപ്പൊ അടുത്തൊരു വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.